വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ. നമ്മളിപ്പോൾ മാൻ യുണൈറ്റഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, നമുക്ക് മാത്രമാണ് ഒരു കളി പോലും തോക്കാൻ അനുവാദമില്ലാത്തത്. ബാക്കി ആരൊക്കെ തോറ്റാലും കുഴപ്പമില്ല, നമ്മൾ തോക്കുമ്പോൾ മാത്രം ഇറ്റ്സ് കയോസ്. ഭയങ്കര വിഷയമാണ്, ഭയങ്കരമായിട്ട് മീഡിയയിലൊക്കെ ആഘോഷമാണെന്നുള്ളതാണ്. വെൻ യു ആർ ബിഗ് യു ആർ ബിഗ്, അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫർ വാർത്തകളിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ ഡിസ്കസ് ചെയ്ത പോലെ മക്ടോമിനിയുടെ അവസാന മത്സരമായിരുന്നു ബ്രൈറ്റണിലേത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫിക്സ് ആയിട്ടുണ്ട്. മക്ടോമിനി നാപ്പോളിയുടെ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡും നാപ്പോളിയായിട്ട് 30 മില്യണിൻ്റെ ഡീലോ ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചർ സെയിൽസിൻ്റെ ഒരു പെർസെൻറ്റേജും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡീലാണ് നാപ്പോളിയായിട്ട് സെറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് കൺഫർമേഷൻ വരാത്തതെന്നുള്ള കാര്യം അറിയില്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എത്തിയ പോലെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഉഗ്രൻ ഡീലും നടക്കുന്നത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ലോൺ ഓപ്ഷൻ ഉണ്ടാവില്ല. ഈ പൈസ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ പർച്ചേസ് എന്നുള്ള രീതിയിലായിരിക്കും മിക്കവാറും ഉഗാർട്ടയെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അതാണ് ആ രണ്ട് കാര്യങ്ങളിലുള്ള നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ മെൻഷൻ ചെയ്യേണ്ട ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാനിബോൾ മെജ്ബ്രീനെ കുറിച്ചിട്ടാണ്. ഈ മെജ്ബ്രി യൂത്ത് ലെവലിൽ വലിയ സംഭവമാണ്, ഭാവിയിലെ പോൾ പോഗ്ബ എന്നുള്ള രീതിയിലൊക്കെയാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവൻ കാര്യമായിട്ട് ഈ പറയുന്ന പോലെ കത്തിയില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത്, ഈ യൂത്ത് പ്ലേയേഴ്സിനെ ഓവറായിട്ട് ഹൈപ്പ് ചെയ്യുന്ന വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ കത്തി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ പോകാൻ പോകുന്നത് സെക്കൻഡ് ഡിവിഷനിലുള്ള ബേൺലിയിലേക്കാണ്. അപ്പോൾ ലോൺ വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു ബൈ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവനെ ബേൺലിയിലേക്ക് പറഞ്ഞു വിടുന്നത്. തുകയുടെ കാര്യമൊന്നും ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴുള്ളത്. അപ്പോൾ അതുപോലെ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മക്ടോമിനിയുടെ കാര്യം പറയാൻ വിട്ടുപോയതാണ്. മക്ടോമിനി ഈസ് വൺ ഓഫ് അവർ ഓൺ. കാരിങ്ടണിൽ കളിച്ച് വളർന്ന പയ്യനാണ്. 100% കമ്മിറ്റ്മെൻറ്റ് എപ്പോഴൊക്കെ ടീമിന് വേണ്ടിയും ഫുൾ ടൈം ഇട്ടിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറയാം. അതുകൊണ്ടാണ് ജോസെ മറിഞ്ഞ പണ്ട് ഒരു സ്പെഷ്യൽ അവാർഡ് മക്ടോമിനിക്ക് കൊടുത്തിരുന്നു. അതിന് ശേഷം പ്ലെയേഴ്സിനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഇവനായിക്കൂടെ എന്നുള്ളൊരു കാര്യം അന്നേ ജോസെ മറിഞ്ഞ പറഞ്ഞാണ്. അപ്പോൾ അത്രയും ഒരു വാരിയർ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു സോൾജിയർ മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് മക്ടോമിനി. പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് ഫസ്റ്റ് ടീമിലേക്ക് കളിക്കാൻ പറ്റുന്ന ആ ഒരു ടാലൻറ്റ് എന്ന് പറയുന്ന സാധനമില്ല. പക്ഷെ ഒരു ചെറിയ ടീമുകളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്ന ഒരു പ്ലെയറാണ് മക്ടോമിനി എന്ന് പറയാം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരാളുടെ കാര്യം മെൻഷൻ ചെയ്യാനുള്ളത് ജെയ്ഡൻ സാൻചോയുടെ കാര്യമാണ്. ഇപ്പോൾ സാൻചോയ്ക്ക് വേണ്ടിയിട്ട് ചെൽസിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം നമുക്കറിയാം, അതുപോലെ യുവൻറ്റസിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം അറിയാം. അപ്പോൾ 2 വാർത്തകളാണ് ഇന്ന് വന്നത്. ഇപ്പോൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി ഒന്നല്ലെങ്കിൽ ചിൽവെൽ അല്ലെങ്കിൽ സ്റ്റെർലിങ്ങിനെ നമുക്ക് തരാം പകരം സാൻചോ. ആ ഒരു സ്വാപ്പ് ഡീലിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. ഗാർബേജ് ഫോർ ഗാർബേജ്. സ്റ്റെർലിങ് പിന്നെയും ഒരു നല്ല ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ ഓവറോൾ അവിടെ ഈ ചെൽസി എന്നിട്ടുള്ള പുള്ളിയുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻചോ കാണിച്ച അതേ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു. ആള് ഒരു മെഴ്സണറി ആയി മാറി. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിലേക്കൊക്കെ പോയി ബിഗ് ചങ്ക് ഓഫ് മണി എൻജോയ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റെർലിങ്ങിനെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം. 29 വയസ്സുള്ളൂ, ഈ കുറേ 30 ആവുള്ളൂ. ചില സീസണുകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് മാൻ സിറ്റിക്ക് വേണ്ടിയിട്ട്. എനിവേ ആ ഒരു ബാധ്യത നമ്മുടെ തലയിലൊക്കെ ആയിരിക്കും നല്ലത്. അപ്പോൾ അതുപോലെ വന്ന മറ്റൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമുവൽ ലക്കസ് റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് മാഞ്ചസ്റ്ററിൽ നിന്നും ടൂറിനിലേക്ക് ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തലപ്പത്തുള്ള ആൾക്കാരൊക്കെ ടൂറിനിൽ പോയി സാൻചോയുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും സാൻചോയുടെ കാര്യം ബിഫോർ ഡെഡ് ലൈൻ ഡേ ഒരു തീരുമാനമാകുമെന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ദാറ്റ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.